പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് നേരെ പ്രതിപക്ഷാംഗങ്ങൾ അതുപോലെ തന്നെ പാറ്റ പാർട്ടിയും ഇവരെയൊക്കെ നടത്തിയിട്ടുള്ള സമരത്തിന് അല്ലെങ്കിൽ സമരത്തിന് നേരെ പോലീസ് ലാത്തി വീശുകയും അതുപോലെ തന്നെ കണ്ണീർ വാതകമൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. പക്ഷെ ഇന്ന് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ രാജീവ് ചന്ദ്രശേഖറും മേയർ വി രാജേഷും ഒക്കെ തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധ മാർച്ച് നടത്തി. അതിന് നേരെ ജലപീരങ്കിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് ജനാധിപത്യ വിരുദ്ധമല്ല. ഇതെങ്ങനെയാണ് 2 പ്രതിഷേധങ്ങൾക്ക് ഒരു വ്യത്യസ്ത നിലപാടെടുക്കാൻ പറ്റുന്നത്? ഇതൊരു ഇരട്ടത്താപ്പല്ലേ? ഡൽഹിയിൽ നടന്നത് ഒരു സമരാഭാസമാണ്. സമരം എങ്ങനെ ഒരു ആഭാസമായി മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു നീതിയോ ന്യായമോ ഇല്ലാതെ സമരം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സമരങ്ങളുണ്ടല്ലോ, അതിനെ സമരാഭാസം എന്ന് വിളിക്കാം. അതാണ് ഡൽഹിയിൽ നടന്ന ഈ CJP ഇല്ലെങ്കിൽ പാർട്ടികളുടെ സമരം എന്ന് പറയുന്നത്. അതാണ് അവിടെ നടക്കുന്നത്. അത് നടന്ന രീതിയെയാണ് സമരാഭാസം എന്ന് പറയുക. പക്ഷേ തിരുവനന്തപുരത്ത് എന്താ നടന്നത്? തിരുവനന്തപുരത്ത് നടന്നത് കൃത്യമായിട്ട് സ്പഷ്ടമായിട്ടും ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നടന്നത്. പ്രധാനമന്ത്രിക്ക് നേരെ ഇല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ ഈ സമരാഭാസം നടത്തുന്നതിനെതിരെയാണ് സമരം. അതായത് ഇത്തരത്തിൽ ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് ബാഗുകളിലും ഈ പറയുന്ന പെട്ടികളിലുമൊക്കെ കൊണ്ടിറക്കിയ കല്ലുകൊണ്ട് പോലീസിന് നേരെ ആക്രമണം നടത്തുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ, അതിനെതിരെയാണ് ഇവിടെ കൃത്യമായിട്ട് ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ഡൽഹിയിൽ എങ്ങനെയായിരുന്നു പോലീസിനെ അവർ നേരിട്ടത്? പോലീസിനെ വളഞ്ഞിട്ടടിക്കുന്നത് നമ്മൾ കണ്ടതാണ് അല്ലേ? പോലീസിന് നേരെ വമ്പൻ ആക്രമണം നടത്തി. ഇവിടെ എന്താണ് ചെയ്തത്? ഇവിടെ പോലീസുകാരെ ആരെങ്കിലും വളഞ്ഞിട്ടടിച്ചോ? ഒരു മാർച്ച് നടത്തുന്നു. ആ മാർച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്നു. എങ്ങോട്ടാണ്? KPCC ഓഫീസിന് അങ്ങോട്ടാണ് നടത്തിയത്. വെള്ളയമ്പലത്ത് നിന്ന് ശാസ്തമംഗലത്തേക്ക് പോകുന്ന വഴിക്ക്. അവിടെ ഈ പറയുന്ന ബാരിക്കേഡ് കെട്ടി തടഞ്ഞു നിർത്തിയപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരെ ബാരിക്കേഡ് പിടിച്ച് കുലുക്കിക്കൊണ്ട് പ്രതിഷേധം നടത്തും. അത് മാത്രമാണ് ചെയ്തത്. കുറച്ച് പേരെ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തുണ്ടായി? ഈ പറയുന്ന പോലീസുകാർക്ക് നേരെ കല്ലേറുണ്ടായോ? പോലീസുകാർക്ക് നേരെ ആക്രമണം ഉണ്ടായോ? അവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ ദേഹത്തേക്ക് വെള്ളം കുപ്പിയിൽ കൊണ്ടുവന്ന് ഒഴിച്ചോ? വനിതാ മാധ്യമപ്രവർത്തകരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചോ? ഇതൊന്നും നടന്നില്ലല്ലോ. BJP സമരം ചെയ്ത് കാണിച്ചു കൊടുത്തടാ, ഇങ്ങനെയാണ് സമരം ചെയ്യേണ്ടത്. ഡൽഹിയിൽ നടന്ന സമരം എങ്ങനെയായിരുന്നു? അവിടെ നടന്നത് പെട്ടിക്കണക്കിന് കല്ല് കൊണ്ടിറക്കിയിട്ട് ആ കല്ല് പോലീസിന് നേരെ എറിയുന്നു. വലിയ രീതിയിലുള്ള സമരത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ അങ്ങറ്റം ഇങ്ങറ്റം കൊണ്ടുവരുന്നു. ഇനി അത് മാത്രമാണോ ചെയ്തിരിക്കുന്നത്? സമരങ്ങൾക്ക് എത്ര നാളത്തെ ഒരുക്കമാണ് ഇവർ നടത്തിയിരിക്കുന്നത്? സമരം കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ആൾക്കാരെ അവിടേക്ക് എത്തിക്കുന്നു. ഇത് പണം കൊടുത്തല്ല എന്ന് എന്തുറപ്പുണ്ട്? ഇത് യുവാക്കളാണോ അവിടെ? അറസ്റ്റിലായവരാരും വിദ്യാർത്ഥികളായിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. വ്യക്തമായിട്ടും മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ അക്രമം ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം വന്നതാണ്. ഇതുപോലത്തെ സമരങ്ങളുടെ മുൻ സ്വഭാവം ഒന്നെടുത്ത് നോക്കൂ. കർഷക സമരം, ആഴ്ചകൾ മാസങ്ങൾ ഹൈവേകൾ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടായിരുന്നു സമരം നടത്തിയത് അല്ലേ? ഒരു കാരണവശാലും ആ ഹൈവേയിൽ കൂടെ സഞ്ചരിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഹരിയാനയിലേക്ക് പോകുന്ന, പഞ്ചാബിലേക്ക് പോകുന്ന റോഡുകൾ മുഴുവൻ ബ്ലോക്ക് ചെയ്ത്, ഡൽഹിയുടെ വിവിധ ഭാഗങ്ങൾ ബ്ലോക്ക് ചെയ്ത് സമരം നടത്തി. എന്നിട്ട് ഇവർ ചെങ്കോട്ടയിലേക്ക് മാർച്ച് ചെയ്തു അല്ലേ? മാർച്ച് ചെയ്തപ്പോൾ എന്താ ചെയ്തത്? പോലീസ് ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് ട്രാക്ടർ ഓടിച്ച് ഇടിച്ച് കയറ്റി കൊണ്ടുവന്ന് ചെങ്കോട്ട കയ്യേറി. അതായത് ചെങ്കോട്ടയിൽ നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്നിടത്ത് ഖാലിസ്ഥാൻ പതാക ഉയർത്തി, ഭീകരവാദികളുടെ പതാക ഉയർത്തി. ഇതൊക്കെയായിരുന്നു ചെയ്തത്. ഇവിടെ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇവിടെ നടത്തിയ സമരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്രമണത്തിൻ്റെ അങ്ങേയറ്റത്തെ വയലൻസിൻ്റെ മാത്രം ഒരു സമരമായിരുന്നു. ഇതിന് മുൻപ് ഷഹീൻ ബാഗിലൊരു സമരം നടത്തിയിരുന്നു, CAA പ്രൊട്ടസ്റ്റ്. ആ പ്രൊട്ടസ്റ്റ് എവിടെയാണ് ചെന്ന് അവസാനിച്ചത്? ഡൽഹി കലാപത്തിലാണ്. ഉമർ ഖാലിദും അയാളുടെ കൂടെയുള്ള കൂട്ടാളികളും ചേർന്നുകൊണ്ട് ആൾക്കാരെ കൊന്നു തള്ളി. 50ഓളം പേര് മരിച്ചു. ഹിന്ദു വംശഹത്യയാണ് നടന്നത്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അത് മാത്രവുമല്ല, ഒരു CBI ഉദ്യോഗസ്ഥനെ കൂടി കൊന്ന് അഴുക്കുചാലിൽ തള്ളിയവന്മാരാണ്. ഇത്തരത്തിൽ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ സമരങ്ങളുടെയൊക്കെ ലക്ഷ്യം കലാപമാണ് എന്നുള്ളതാണ്. കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ശ്രമമാണ് നടത്തുന്നത്. ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവരുടെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം ഛിന്നഭിന്നമാകണമെന്നുള്ളതാണ്. അത് നടപ്പിലാക്കാൻ പറ്റാത്തതിൻ്റെ വലിയ ദുഃഖത്തിലാണ് ഇവരെല്ലാം ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സമരം നടത്തി. ആ സമരം എന്ന് പറയുന്നത് സമരമല്ല, അത് ആഭാസമാണ് എന്നുള്ളത് വ്യക്തമായിട്ടും മനസ്സിലാക്കി കൊടുക്കാനാണ് തിരുവനന്തപുരത്ത് BJP ഒരു സമരം നടത്തി കാണിച്ചത്. ആ സമരത്തിന് നേരെ എങ്ങനെയാണ് ചെയ്തത്? അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഈ പറയുന്ന പാറ്റകളുടെ സമരത്തിനുണ്ടായിരുന്ന യുവാക്കളും പ്രതിപക്ഷ നേതാവൊക്കെ എങ്ങനെയായിരുന്നു അവിടെ ഒന്ന് പെരുമാറിയത്? ഇവിടെ ഒരു സമരം ബാരിക്കേഡിൻ്റെ മുന്നിലേക്ക് വന്ന് അവിടെ നിന്ന് ബാരിക്കേഡ് പിടിച്ച് കുലുക്കും. ഏത് സമരത്തിനും ചെയ്യും.
അത് ഇനിയിപ്പോൾ ഏത് ഗാന്ധിയൻ മുറ ഉപയോഗിച്ചാലും ശരി തന്നെ അവിടെ ചെല്ലുമ്പോൾ ബാരിക്കേഡ് പിടിച്ച് കുലുക്കുക, മുദ്രാവാക്യം വിളിക്കുക എന്നുള്ളതൊക്കെ സമാധാനപരമായ ജനാധിപത്യപരമായ സമരത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവിടെ അക്രമമൊന്നുമല്ല. ഇവിടെ കല്ലെറിഞ്ഞിട്ടില്ല, ഒരു BJP കാരനും പോലീസിന് നേരെ കല്ലെറിഞ്ഞിട്ടില്ല. എന്താണ് ചെയ്തത്? മേയറും BJPയുടെ സംസ്ഥാന അധ്യക്ഷനും നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, സ്ത്രീകളടക്കമുള്ളവരുടെ നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും പോലീസിനെ കൊണ്ട് ഉന്തും തള്ളും ആക്രമവും മൊത്തം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ജലപീരങ്കി അങ്ങനെ പ്രയോഗിക്കാൻ, മേയർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കാൻ ഇവർക്കൊരു മടിയും തോന്നിയില്ല എന്നുള്ളതാണ്. BJP നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ, അവരുടെ പേരിലെ കേസെടുക്കാനായിട്ട് കേരള പോലീസിന് യാതൊരു മടിയുമില്ല. ജന്തർ മന്ദറിൽ ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞത്? സമാധാനപരമായി സമരം ചെയ്യുന്നവർ, ബാഗ് കണക്കിന് കല്ല് കൊണ്ടുവന്ന് എറിയുന്നവർ സമാധാനമായി സമരം ചെയ്യുന്നവരാണോ? പണം വാങ്ങിയിട്ട് അവിടെ വന്ന് സമരം ചെയ്യുന്നവർ സമാധാനമായി സമരം ചെയ്യുന്നവരാണ്. ഇവരുടെയൊക്കെ നിലപാട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അട്ടിമറിക്കാനുള്ള, കലാപം നടത്താനുള്ള നീക്കമാണ്. അതിനെതിരെയാണ് BJP ഇവിടെ സമരം ചെയ്തിരിക്കുന്നത്. KPCC ഓഫീസിലേക്കാണ് സമരം ചെയ്തത്. അവിടെ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ പ്രധാനമന്ത്രിക്കെതിരെ, നമ്മുടെ രാജ്യത്തിനെതിരെയാണ് സമരം ചെയ്യുന്നത്, പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ ഭരണകേന്ദ്രത്തിനെതിരായിട്ടല്ല, അതിനെതിരായിട്ടല്ല, നിങ്ങളുടെ പെരുമാറ്റത്തിൻ്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയ്ക്കെതിരെ നിങ്ങളുടെ പാർട്ടി ഓഫീസിലേക്കാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ പാർട്ടി ആസ്ഥാനത്തേക്കാണ് സമരം ചെയ്തിരിക്കുന്നത്. അത് സർക്കാരിനെതിരെ അല്ല. ഇവിടെ സർക്കാരിനെതിരെയല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പോയിട്ട് അവിടെ സമരമിരുന്നത്, ഇല്ലേ? സത്യപ്രതിജ്ഞ ലംഘനമാണ്. എടുത്തിരിക്കുന്ന ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്, അതിന് വില കൊടുക്കാത്ത നടപടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ സമരം ചെയ്യുന്ന കോൺഗ്രസ്സിന് വ്യക്തമായിട്ടുള്ളൊരു താക്കീത് കൊടുക്കുകയാണ് BJP ചെയ്ത്. ആ BJP സമരത്തിനെ ഇവർ നേരിട്ട് എങ്ങനെ? സമാധാനപരമായിട്ടാണോ? ജലപീരങ്കിയാണോ അവരുടെ സമാധാനം? ടിയർ ഗ്യാസ് ഷെല്ലാണോ അവരുടെ സമാധാനം? ഈ സമാധാനമാണോ? ഇത് ഇരട്ടത്താപ്പാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നു. ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ്. എങ്ങനെയാണ് ഒരിടത്ത് സമരത്തിനെ പോലീസ് നേരിട്ട, പോലീസിനെ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ട് 120 പോലീസുകാരെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അവസ്ഥയിൽ ആക്രമണം നടത്തിയിട്ട് അതിനെ പോലീസ് അടിച്ചൊതുക്കിയാൽ ഉടനെ പറയുന്നത് എന്താണ്? അയ്യോ, ഇത് ഫാസിസം ഇതാ പൊട്ടി ഒഴുകുന്നു എന്ന് പറഞ്ഞാണ് അവർ പറയുന്നത്. ജനാധിപത്യ സമരത്തിന് നേരെ ആക്രമണം നടത്തുന്നു. എന്നാൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ പോലീസിന് നേരെ ഒരു കല്ലേറുണ്ടായില്ല, ആക്രമണം ഉണ്ടായില്ല, കയ്യേറ്റം ഉണ്ടായില്ല. ചെന്ന് മുദ്രാവാക്യം വിളിക്കുന്നവർക്കെതിരെ ജലപീരങ്കി ഉപയോഗിക്കുന്നു, ടിയർ ഗ്യാസ് ഉപയോഗിക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, കേസെടുക്കുന്നു. ഏത് പോലീസുകാരനെങ്കിലും പരിക്ക് പറ്റിയോ? ഏതെങ്കിലും ഒരു പോലീസുകാരൻ ജയിലിലായോ? ഇതൊന്നും നടന്നിട്ടില്ല. എന്നിട്ടും ഡൽഹിയിൽ നടന്നത്, ഇല്ലെങ്കിൽ അവിടുത്തെ സമരക്കാരെ പോലീസ് അടി കൊണ്ടുകൊണ്ട് പോലീസുകാർ നേരിട്ടത് ഫാസിസവും, ഇവിടെ നടക്കുന്നത് BJPയുടെ BJPക്ക് അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പോലീസിൻ്റെ സമാധാന നീക്കവുമാണ്, അല്ലേ? ഇതൊക്കെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഈ നീക്കം കൃത്യമായി കേരള ജനത മനസ്സിലാക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.